നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ജോലിയൊന്നുമില്ല. ഞാൻ കുളിച്ച് വന്നപ്പോൾ 2 മണിയായി. എനിക്കറിയില്ല, ഒന്നും വച്ചില്ല. ഇന്നലത്തെ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു, ഇന്നലത്തെ ബീഫ് ഉണ്ടായിരുന്നു. എടാ, പൊട്ടിക്കാൻ എന്താ ഇങ്ങനെയാണ്? പൊട്ടിക്കാൻ വേദയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വേദയ്ക്ക് കൊടുക്കാം. വേദയ്ക്ക് ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ഇടുകയാണ്. ഞാനൊരു ചായയും കൂടി ഇട്ട് കുടിക്കാമെന്ന് കരുതി. എന്നിട്ട് വേദയ്ക്ക് ട്യൂഷനൊക്കെ ഉണ്ട്. ട്യൂഷനാക്കിയിട്ട് മിക്കവാറും വേദയെ ഞാൻ നെട്ടയത്താക്കും. വേദ ഇനി സ്കൂൾ തുറക്കുമ്പോഴേ വരണുള്ളൂ. സ്കൂള് നെക്സ്റ്റ് വീക്ക് തുറക്കും. ഒരു 4 ഡേയ്സ് നിൽക്കാം, 5 ഡേയ്സ് നിൽക്കാൻ പറ്റും. ഇതിനിടയ്ക്ക് വേദയ്ക്ക് ലുലുവിലും പോകണം. രണ്ടും കൂടെ നടക്കൂല, ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. ലുലുവിൽ പോകണോ നെട്ടയത്ത് പോകണോ? വാ എന്നാ. ലൈറ്റ് ഇട്ടില്ലല്ലേ നീ? വീഡിയോ എടുത്തിട്ട് ഞാൻ പൊട്ടിക്കാം. വെറുതെ കൈ മുറിച്ച് വെക്കരുത്. കൈ മുറിയും, അങ്ങനെ ആക്കുമ്പോ കൈ മുറിയും കേട്ടാ. വേദയുടെ പാല് റെഡി. ഇത് കാഡ്ബറിയുടെ ആണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതാണ്. എനിക്കാണെങ്കിൽ സാധനം ഇഷ്ടമല്ല. വേണ്ട, നീ കൈയൊക്കെ ഇട്ട് അതിനകത്ത് ഇടണ എന്തിന്? മറ്റേ ബീറ്റർ ഉണ്ടാകുന്ന നല്ല പതപ്പിച്ചെടുക്കുക. അല്ല, അത് ചീത്തയായിരിക്കണ്ട. മതിയാ? മതി മതി മതി. ഹോട്ട് ചോക്ലേറ്റ് റെഡി. ഇതൊന്നും ഇല്ലെങ്കിലേ കൊക്കോ പൗഡറും പഞ്ചസാരയും കൂടി ഇട്ടാൽ ഹോട്ട് ചോക്ലേറ്റ് ആവും കേട്ടോ. അല്ലെങ്കിൽ കോംപ്ലാൻ ഇട്ടാലും ഹോട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കേട്ടോ. കോംപ്ലാൻ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ്. ചൂടാണ്, അതിനെ തണുപ്പിച്ചിട്ട് കുടിക്കാം. ഇനിയിപ്പോൾ ട്യൂഷന് പോകാനുള്ളതിൻ്റെ സമയമായി. പുറത്താണെങ്കിലേ രാവിലെ മുതൽ നല്ല മഴക്കാറ്. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കരമായിട്ട് ഇരുണ്ട് നിൽക്കുക. ഒരു 6 മണിയുടെയൊക്കെ ഫീലിലാണ് ഒരു 1 മണിയായപ്പോൾ നിൽക്കുന്നത്. പക്ഷെ മഴയൊന്നും പെയ്യുന്നില്ല, കുടുങ്ങി നിൽക്കുന്നു. നമ്മളിനി മിക്കവാറും ട്യൂഷന് പോകുന്ന സമയമായിരിക്കും മഴ പെയ്യുന്നത്. ഞാൻ സാധനം കാണിച്ചു തരാവേ. ഇത് മല്ലി ഉണക്കാനായിട്ട് ഇട്ടിരിക്കുക കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്തൊരു സാധനമാണ്. പുറത്ത് വെയിലില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാം കേട്ടോ. ഇത് ഒരു നെറ്റ് പോലത്തെ സാധനമാണ്. ഇങ്ങനെ നെറ്റിട്ട് കവർ ചെയ്താൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാനും എളുപ്പമുണ്ട്. ഫുൾ ചെളി അതിന് കഴുകുന്ന. എടുത്തുകൊണ്ട് പോകാനും എളുപ്പമുണ്ട്. കിളിയൊന്നും വന്ന് കൊത്തിക്കൊണ്ട് പോകത്തുമില്ല കേട്ടോ. കണ്ട, ഇങ്ങനെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ കളയത്തില്ല, ഉണങ്ങുകയും ചെയ്യും. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാവേ. ഞാനേ ഓൺലൈൻ 2 സാധനങ്ങൾ ഓർഡർ ചെയ്തേ. ഒന്ന് ലിപ്സ്റ്റിക്കാണേ, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ്. ഒയ്യോ, എൻ്റെ ചായക്കകത്ത് വീണ് ലിപ്സ്റ്റിക്ക്. ലൈവ് കിട്ടിയല്ലോ. ഒന്നും ചെയ്തില്ലടാ. ഇത് മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ ടെഡി ടിൻറ്റ്. ഓക്കെ, മേബലൈൻ അറിയില്ലായിരുന്നു മാം. നമുക്കകത്ത് പോയിട്ടിട്ട് വരാം. മാഴ്സിൻ്റെ ഐലൈനറും വാങ്ങിയേ, അതവിടെ ഇരിക്കട്ടെ. ആദ്യം ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട്, ഷെയ്ഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടെ. ചായയിൽ വീണ ലിപ്സ്റ്റിക്. ഇതൊരു നല്ല ഡാർക്ക് മെറൂൺ. നൈസ് ഷെയ്ഡ്. ടച്ച് ഓഫ് സ്പൈസ് അടിപൊളിയാണ് മെബലൈൻ. എന്നെക്കാട്ടി നന്നായിട്ട് ഏതൊക്കെ എല്ലാ കാര്യങ്ങളും മേക്കപ്പിൻ്റെ A to Z നന്നായിട്ട് വേദ മേക്കപ്പും ചെയ്യും. നൈസ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. നമുക്ക് യൂസ് ചെയ്തിട്ട് പറയാം. എന്താടാ തരാം? തുമ്മിക്കോ? നൈസ്, നല്ല ഷെയ്ഡല്ലേ. ഒരു നാച്ചുറൽ ലുക്കൊക്കെ ഉണ്ട്. നമുക്കിനി ബ്ലാക്കാ. നമുക്ക് ട്യൂഷന് പോകാൻ സമയമായി. മേക്കപ്പും ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, കട്ടേ, നമുക്ക് എഴുതിയിട്ട് കാണാം. ഏതാണ് ഭയങ്കര മേക്കപ്പ് കാറി. ലിപ്സ്റ്റിക് കൂടെ ഇട്ടിട്ട് ഇവിടെ കണ്ണ് കാണിക്കത്തും പോകുന്നു. അത്ര എന്തിനെടുത്തത് ഹെവി ആയിട്ട്? നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. കണ്ണ്
കണ്ണ് കാണിക്ക്. ഒരു കണ്ണ് ശരിയായി, ഒരു കണ്ണ് കൊള്ളായി. കുഴപ്പമില്ല, ഇനിയിപ്പോൾ ട്യൂഷന് പോകുന്ന നേരമായി. നോക്കട്ടെ, ബാ. ഇത് മായ്ച്ചു നോക്കട്ടോ, കുറച്ചുകൂടെ ഇല്ല. അങ്ങനെ നെട്ടയത്ത് പോയി വീഡിയോ ഒക്കെ എടുത്ത് രസമായിട്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞിരുന്നതാട്ടോ. നിങ്ങൾക്ക് കഥ കേൾക്കണോ? വേദ ഞാൻ ട്യൂഷന് വിട്ടു. വേദയുടെ കയ്യിലാണ് എൻ്റെ ഫോൺ ഇരുന്നത് കേട്ടോ. വേദ ആ ഫോണും കൊണ്ട് കയറി. എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. വേദ ട്യൂഷൻ കഴിയുന്നവരെ ആ ഫോൺ അവളുടെ കയ്യിലായിരുന്നു കേട്ടോ. ഞാനും ഓർത്തില്ല. ഞാൻ നെട്ടയത്ത് വന്നപ്പോഴാണ് എൻ്റെ ഫോണിൽ നിന്ന് വസ്ത്രയുടെ ഫോണിൽ വിളിച്ചിട്ട് അവളുടെ കയ്യിൽ ഫോൺ ഇരിക്കണമെന്ന് പറഞ്ഞത്. പിന്നെ പോയി വാങ്ങുന്ന പാട് കരുതി ഞാൻ പോയില്ല കേട്ടോ. അവൾ ട്യൂഷൻ കഴിയുന്നവരെ ഫോണില്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇരിപ്പായിരുന്നു. അപ്പം ചീമയും പറയായിരുന്നു, കുറച്ച് സമയമെങ്കിലും ഫോണില്ലാതിരുന്നല്ലോ രക്ഷപ്പെട്ടു എന്ന്. സത്യമായിട്ടും കഴിഞ്ഞ ദിവസം ചീമയും സച്ചിനും സിനിമയ്ക്ക് പോയപ്പോൾ വേദയെ കൂടി കൊണ്ടുപോയി. വേദയെ കൊണ്ടുപോയപ്പോൾ അപ്പോഴും വേദയുടെ കയ്യിൽ എൻ്റെ ഫോൺ ഇരിക്കായിരുന്നു കേട്ടോ. ഇവൾ ആ ഫോണും കൊണ്ടുപോയി. ഞാൻ അന്ന് ഫോട്ടോഷൂട്ടിന് പോകുന്ന ദിവസമായിരുന്നേ. ഇവൾ ആ ഫോണും കൊണ്ടുപോയി. പിന്നെ സച്ചിൻ തിരിച്ച് ഫോൺ കൊണ്ട് തരേണ്ടി വന്നു. ഇതിപ്പോൾ അതൊരു ശീലമാക്കി വെച്ചിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്കൂട്ടർ ഓടിക്കുമ്പോൾ അവൾ തന്നെയാണ് ഫോൺ വെച്ചിരിക്കുന്നത്. പോകുമ്പോൾ ഇങ്ങനെ തിരിച്ച് തന്നിട്ട് പോകും. ഞാനും ഓർമ്മിച്ചില്ല കേട്ടോ. എനിക്ക് പിന്നെ പണ്ടേ ഓർമ്മയും ഒക്കെ കുറച്ച് കുറവാണ്. ഞാൻ ഓർമ്മിച്ചില്ലേ. എന്താണ് ഇത്ര ഓർമ്മ കുറവെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നിട്ട് വേദയും വിളിച്ച് വന്നപ്പോൾ അച്ഛൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അച്ഛനെയും വിളിച്ച് ഞങ്ങൾ നേരെ നെട്ടയും വീട്ടിലേക്ക് പോയി. അച്ഛൻ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വേദ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോഴേക്കും നാളെ ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് ലുലുവിലും പോകണം. അപ്പോൾ ലുലുവിൽ പോകണം, ഇവിടെ നിൽക്കണമെന്ന് വെച്ചപ്പോൾ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് വേദയ്ക്ക് ഒരു പകുതി മനസ്സുണ്ട് ലുലുവിൽ വരാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വേദയ്ക്ക് ട്യൂഷനെല്ലാം കഴിഞ്ഞ് വീടെത്തിയപ്പോൾ തന്നെ ഒരു 7:30 ആയി. കുഞ്ഞ് ഉറങ്ങുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞ് ഉറങ്ങിയില്ല, ഇനിയിപ്പോൾ എന്തായാലും കളിക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് പോകാം, നാളെ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ വേദ വന്നു കേട്ടോ. കുറച്ച് സമയം അവിടെ ഇരുന്ന് ഒരു 7:30 8 മണി വരെയൊക്കെ ഞങ്ങളവിടെ ഇരുന്ന ശേഷം മനസ്സില്ലാ മനസ്സോടെ വേദയും കൊണ്ട് ഞാനിവിടെ വന്നു. വേദയ്ക്ക് ഇവിടെയും നിൽക്കണം അവിടെയും നിൽക്കണം എപ്പോഴും വേദ പറയും. എനിക്ക് അവിടെ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തോന്നില്ല, ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ തോന്നില്ല എന്നും പറഞ്ഞ് വേദയ്ക്ക് എപ്പോഴും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളിരുന്ന സമയം കൊണ്ട് വേദ കുറച്ച് മിക്സ്ചറൊക്കെ കഴിച്ച് പിന്നെ അച്ഛൻ മാങ്ങ എല്ലാം ചെത്തി തന്നു. മാങ്ങ സീസണായ ഈ വീട്ടിൽ മാങ്ങയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും മാങ്ങ ഉണ്ടാവും. അങ്ങനെ മാങ്ങയല്ല, ഐ മീൻ അച്ഛൻ പുറത്തൊക്കെ പോകുമ്പോഴും മാങ്ങ വാങ്ങും. അച്ഛൻ മാങ്ങ വാങ്ങാൻ ഭയങ്കര എക്സ്പെർട്ട് കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങ നോക്കി വാങ്ങിച്ച് എപ്പോഴും എന്നും വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ചെത്തി തരും കേട്ടോ. അങ്ങനെ മാങ്ങയെല്ലാം ചെത്തി കഴിച്ച ശേഷം ഞാൻ വേദയും കൂടി മനസ്സില്ലാ മനസ്സോട് വേദയും കൊണ്ട് പോവുകയാണ്. പിന്നെ നാളെ കൊണ്ടുവരുമല്ലോ എന്നുള്ളൊരു സമാധാനമാണ് വേദയ്ക്ക്. സത്യം പറഞ്ഞാൽ എനിക്കും പാടാണ്. ട്യൂഷൻ ഇല്ലാത്തപ്പോൾ ഞാൻ ട്യൂഷൻ ഉള്ളത് കൊണ്ട് ഞാൻ എന്നും ഇങ്ങ് വരണം കൊണ്ടുപോകണം, ഇങ്ങ് വരണം കൊണ്ടുപോകണം, അതൊക്കെ ഭയങ്കര പാടാട്ടോ. ട്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവിടെ അങ്ങ് നിൽക്കട്ടെ എന്നായിരുന്നു. ട്യൂഷൻ ഉള്ളതുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാനും വരാനും ഒക്കെ കുറച്ച് പാടാണേ. അപ്പോൾ പോകും വഴി വട്ടിയൂർക്കാവിലുള്ള ഒരു ഓയിൽ മില്ലിലൂടെ ഇറങ്ങണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ തേങ്ങ ചിരണ്ടിയത് ഇടപ്പഴിയിൽ നിന്ന് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വട്ടിയൂർക്കാവ് SJ എന്ന് പറഞ്ഞിട്ടുള്ള ഓയിൽ മില്ലിൽ കിട്ടും, അവിടെ പോയാൽ തേങ്ങ ചിരണ്ടിയത് കിട്ടുമെന്ന്. അപ്പം ഞാൻ വേദയുടെ ഫ്രണ്ട് അഥർവയുടെ അമ്മയോട് അവരിവിടെ താമസിക്കുന്നത്, അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ SJ മില്ലിൽ വാഴൂട്ട് കോണമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് അന്വേഷിച്ച് പോയതാണ്. ജസ്റ്റ് റോഡ് സൈഡിൽ തന്നെയായിരുന്നു. കണ്ടു. കയറിയപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ തേങ്ങ ചിരണ്ടിയതുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ആ ഉണ്ട്, 1 കിലോ തേങ്ങ 63 രൂപ, ഒരു തേങ്ങ ചിരണ്ടുന്നതിന് 7 രൂപയുള്ളൂ, ചിരട്ട തരത്തില്ല, ചിരട്ട വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ചുകൂടെ പേയ്മെൻറ്റ് ആവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം 5 തേങ്ങ എടുക്കാൻ എഴുതിയിട്ട് 5 തേങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയാൽ വീട്ടിൽ നമ്മൾ നിപ്പ് പോലും ഇല്ല, അത് ചീത്തയായി പോകും, ചിലവാകുമോ എന്നുള്ള കരുതിയിട്ട് വലിയ 3 തേങ്ങ വാങ്ങി കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ വന്ന് തേങ്ങ ചിരണ്ടിയത് വാങ്ങിക്കൽ നടക്കത്തില്ല. അങ്ങനെ 3 വലിയ തേങ്ങ വാങ്ങിച്ച് ചേട്ടൻ ചിരണ്ടി തരാണ്. അതിന് കുറച്ച് സമയം എടുത്തു കേട്ടോ. ഒരു അരമണിക്കൂറോളം നിന്ന് അവിടെ നിന്ന് തേങ്ങ ചിരണ്ടി വാങ്ങിച്ചു. അതാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യം എനിക്കും പറഞ്ഞുതരാം, എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടുത്തെ കാര്യം അറിയില്ലായിരുന്നു. ഞാൻ ഇടപ്പഴിഞ്ഞിലെ കാര്യം മാത്രമേ എനിക്ക് അറിയാവുമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് വിലയിലും കുറച്ച് കുറവായിട്ട് തോന്നി. ഇവിടെ എല്ലാ തരം ഓയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ആട്ടിയെടുക്കുന്ന എണ്ണയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ അടുത്തുമാണ്. കാരണം ഞാൻ എപ്പോഴും നെട്ടയം പോയി വരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ തീർന്നാലും പോയി വാങ്ങാം. മറ്റത് അതിന് വേണ്ടി ഞാൻ ഇടപ്പഴിഞ്ഞ് പോവേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഈ ഒരു കട പറഞ്ഞു തന്നതിന്. അങ്ങനെ 3 വലിയ തേങ്ങയെല്ലാം ചിരണ്ടി വീട്ടിൽ വന്നിട്ട് ഞാനിത് ആദ്യം ഫ്രിഡ്ജിൽ താഴെ വയ്ക്കുക കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടതാണ്. കാരണം നമ്മൾ തേങ്ങ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. കുറേ സമയം പുറത്തിരുന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, സെറ്റായിരിക്കും. അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, ആദ്യം നമ്മൾ താഴെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വയ്ക്കുക, ഒന്ന് നന്നായിട്ട് തണുത്ത ശേഷം അതിനെ എടുത്ത് മുകളിൽ ഫ്രീസറിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പിച്ച ശേഷം മുകളിൽ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് നമ്മുടെ സാധാരണ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന രീതിയിൽ തരിയായിട്ട് കിട്ടുമെന്ന് ഇങ്ങനെ ഞാനൊരു വീഡിയോയിൽ കണ്ടേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ഞാൻ അങ്ങനെ വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ട് അടുത്ത വീഡിയോയിൽ പറയാം ശരിയാണോ ഇല്ലയോ എന്നുള്ളത്.
അപ്പോൾ എന്തായാലും നമ്മളിതേ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ വിശേഷമൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഇന്നത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോൺ കയ്യിലുണ്ടായിരുന്നില്ല. എൻ്റെ കാര്യങ്ങൾ പോലും പല വീഡിയോസും ഞാൻ എഡിറ്റ് ചെയ്യാൻ വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വച്ചിരുന്നത് പോലും പെൻഡിങ് ആയി. രാത്രി 11 മണി വരെ ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഫോണും കൊണ്ടുപോയത് കള്ളി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നാളെ ഒരു വലുതോ ചെറുതോ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.